എൻ്റെ പേര് ഡോക്ടർ KP Poulose എന്നാണ്. SUT ആശുപത്രിയിൽ കഴിഞ്ഞ 33 വർഷമായി പ്രിൻസിപ്പൽ കൺസൾട്ടൻറ്റ് ആൻഡ് ലാബറട്ടോളജിസ്റ്റായി ജോലി നോക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. 1991 നവംബർ 14 ലോകാരോഗ്യ സംഘടനയുടെയും ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ്റെയും ആഭിമുഖ്യത്തിൽ ലോകമെമ്പാടും പ്രമേഹരോഗ ദിനമായി കൊണ്ടാടുന്നു. 2021, 2022, 2023 ഈ 3 കൊല്ലങ്ങളിലെയും പ്രതിപാദ്യ വിഷയം, അതായത് തീം, എല്ലാവർക്കും പ്രമേഹ രോഗികൾക്കും ചികിത്സയും സുരക്ഷയും നൽകുക എന്നാണ്. ആക്സസ് ടു ഡയബറ്റീസ് കെയർ. 2023 ഒരു പ്രതിപാദ്യ വിഷയമായി പ്രമേഹ രോഗം വരുവാൻ അതായത് റിസ്ക് ഉള്ള വ്യക്തികളെ കണ്ടുപിടിച്ച് അവരെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് പ്രമേഹ രോഗ നിവാരണം ചെയ്യുവാൻ സഹായിക്കുക എന്നത് കൂടിയാണ്. അതായത് പ്രീ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രാരംഭ പ്രമേഹം, പൂർവ പ്രമേഹം എന്നിങ്ങനെ പല നാമങ്ങളിലും പ്രീ ഡയബറ്റിസിനെ അറിയാവുന്നതാണ്. ഹീമോഗ്ലോബിൻ A1C രക്തപരിശോധന, അതുകൂടാതെ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്നീ 2 രക്തത്തിലെ ടെസ്റ്റുകൾ ചെയ്താൽ പ്രീ ഡയബറ്റിസോ ഉണ്ടോ എന്ന് അറിയുവാൻ സാധിക്കും. പ്രമേഹരോഗമുള്ള എല്ലാവരിലും, പ്രാരംഭ പ്രമേഹരോഗമുള്ള എല്ലാവരിലും പ്രമേഹ രോഗം സൂക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടാകും. അത് എത്ര സമയം കഴിഞ്ഞുണ്ടാകുമെന്ന് നമുക്ക് തീർച്ച പറയാൻ പറ്റുകയില്ല. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പ്രമേഹ രോഗികളിൽ 96% ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ഭൂമുഖത്തുള്ള ഏതാണ്ട് 600 ദശലക്ഷം പ്രമേഹ രോഗികളിൽ 100 ദശലക്ഷം ഇന്ത്യയിലാണ്. അത് 2020 മുതലുള്ള കണക്കാണ്. ചൈനയിൽ 116 ദശലക്ഷം. കേരളത്തിൽ ഈയിടെ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് ഭയാനകമാണ്. പ്രമേഹ രോഗത്തിൻ്റെ നിരക്ക് 24.7%, പ്രാരംഭ പ്രമേഹത്തിൻ്റെ നിരക്ക് 14.1%. പ്രായപൂർത്തിയായവരിൽ നടത്തിയ ഒരു ഗവേഷണമാണ് ഇത്. പ്രാരംഭ പ്രമേഹ രോഗികൾക്കെല്ലാം ഭാവിയിൽ രോഗം വരുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പ്രമേഹ രോഗ നിവാരണത്തിന് വേണ്ടി ഈ ഗ്രൂപ്പിൽപ്പെട്ടവരെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. ഇവരുടെ ഭക്ഷണം, വ്യായാമം എന്നിവ നിയന്ത്രിച്ചാൽ മരുന്നുകൾ കൂടാതെ ഇവർക്ക് പ്രമേഹ രോഗം തടയുവാനോ പ്രമേഹ രോഗം ഇല്ലാതാക്കുവാനോ പ്രമേഹ രോഗം അല്പം കൂടി വരുവാനുള്ള സാധ്യതയെ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് നിസ്തർക്കമാണ്. ചിലപ്പോൾ ഭക്ഷണ നിയന്ത്രണം പ്രീ ഡയബറ്റീസും ഈ ഭക്ഷണ നിയന്ത്രണം പ്രീ ഡയബറ്റീസും ജീവിതശൈലി രോഗങ്ങളാണ്. ഭക്ഷണ നിയന്ത്രണം കൊണ്ട് പ്രമേഹത്തെ ഒരു പരിധിവരെ മാറ്റുവാൻ തന്നെ സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ സമകാലീന പരീക്ഷണങ്ങൾ തെളിയിക്കുന്നത്. ഭൂമുഖത്തുള്ള പ്രമേഹ രോഗികളിൽ 70% സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന രാജ്യങ്ങളിലാണ്. 140 കോടി ജനങ്ങൾ താമസിക്കുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ 86% പ്രമേഹ രോഗികൾക്കും ശരിയായ രോഗചികിത്സയ്ക്കും രോഗാന്തര ഭവിഷ്യത്തുകളുടെ ചികിത്സയ്ക്കും വേണ്ടി അന്യരാജ്യങ്ങളെ ആശ്രയിക്കുകയാണ്. ഈ പരിസ്ഥിതി കൊണ്ടാണ് ഈ 3 കൊല്ലവും എല്ലാ പ്രമേഹ രോഗികൾക്കും ചികിത്സ ലഭിക്കണമെന്നുള്ള പ്രതിപാദ്യ വിഷയം ലോകാരോഗ്യ സംഘടന തിരഞ്ഞെടുത്തത്. പ്രമേഹ രോഗം വരുവാൻ ഉണ്ടോ എന്നറിയുവാൻ താഴെ പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ടവർ സാമയികമായി പീരിയോഡിക്കായി രക്തപരിശോധന നടത്തേണ്ടതാണ്. പലരിലും ഒരു ലക്ഷണമില്ലാതെയും പ്രമേഹ രോഗമുണ്ടാകാം. പ്രാരംഭ പ്രമേഹമുള്ളവർക്ക് സാധാരണ രീതിയിൽ ഒരു ലക്ഷണവും കാണുകയില്ല. ദുർമേധസ്, കുടുംബത്തിൽ പ്രമേഹ രോഗമുള്ളവർ, ഗർഭധാരണ സമയത്ത് പ്രമേഹ രോഗം ഉണ്ടായിരുന്നവർ, സ്റ്റീറോയിഡ് ഗുളികകൾ
മാനസിക രോഗത്തിനുള്ള ഗുളികകൾ തുടർച്ചയായി കഴിക്കുന്നവർ, ലൈംഗിക ഉദ്ധാരണ ശേഷിയില്ലാത്ത ചെറുപ്പക്കാർ, മുറിവുകളുണ്ടായാൽ മുഹങ്ങാൻ താമസമുള്ളവർ, കൂടെ ഇൻഫെക്ഷൻ ഉൾപ്പെട്ടുവിടുന്നവരെല്ലാം സാമയികമായി രക്തപരിശോധനകൾ നടത്തിയാൽ പ്രമേഹമോ പ്രാരംഭ പ്രമേഹമോ ഉണ്ടോ എന്നറിയാം. ആഹാരമോ 100 ഗ്രാം ഗ്ലൂക്കോസോ കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 200 മില്ലിഗ്രാം/% കൂടിയാൽ പ്രമേഹ രോഗമാണെന്നും 140 തൊട്ട് 200 വരെ ആണെങ്കിൽ അത് പ്രീ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രാരംഭ പ്രമേഹ രോഗമാണെന്നും പറയുന്നു. അതുപോലെ ഹീമോഗ്ലോബിൻ A1C 5.9 to 6.4 എന്ന നിരക്കിലും ഉള്ളവർ പ്രാരംഭ പ്രമേഹ രോഗികളാണ്. 6.5-ൽ കൂടുതലാണെങ്കിൽ അവരെ പ്രമേഹ രോഗികളെന്ന് പറയുന്നു. ഇങ്ങനെ പരിശോധന നടത്തി പ്രാരംഭ പ്രമേഹമുണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ ഒരു സമൂഹത്തിലെ പ്രമേഹ രോഗം നിരക്കുവാൻ സാധിക്കുമെന്നുള്ളത് സത്യമാണ്. ശരിയായ ദിനംപ്രതിയുള്ള വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും കൊണ്ട് പ്രാരംഭ പ്രമേഹ രോഗത്തിലേക്കുള്ള പുരോഗതി ഒരു പരിധിവരെ തടയാൻ സാധിക്കുമെന്നും അതനുസരിച്ച് മേൽ പറഞ്ഞ തരത്തിലുള്ള കുടുംബത്തിൽ പ്രമേഹ രോഗമുള്ളവരും ദുർമേധസ്സുള്ളവരും അവർ പ്രമേഹ രോഗം വരുവാൻ സാധ്യതയുണ്ടോയെന്ന് അറിയാൻ ഈ ടെസ്റ്റുകൾ ചെയ്താൽ പ്രമേഹ രോഗം പ്രാരംഭമായിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് മരുന്നുകൾ കൂടാതെ തന്നെ തടയാൻ സാധിക്കും. അതാണ് ഈ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇന്നത്തെ പ്രമേഹ രോഗ ദിനത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. താങ്ക് യു.